Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. ഇന്ത്യ സഖ്യ റാലിയിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി.ജെ.പി. തെരഞ്ഞെടുപ്പിൽ മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സർക്കാരിന് സ്വന്തക്കാരുണ്ട് തുടങ്ങിയ പരാമർശങ്ങളിലാണ് ബി.ജെ.പിയുടെ പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ നടത്തുന്ന രാഹുലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലും ബി.ജെ.പി. നടപടി ആവശ്യപ്പെട്ടു. രാഹുലിന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് എന്നും പരാതിയിൽ ബി.ജെ.പി. ആരോപിക്കുന്നു. രാഹുലിന്റേത് ചട്ടലംഘനമോ എന്നതാണ് ചോദ്യം. നമുക്കിന്ന് എല്ലാവരും ചർച്ചയ്ക്കുണ്ട്. രണ്ട് വിഷയങ്ങളുണ്ട്. അപ്പോൾ സമയം ചുരുക്കി ഒരു 4 മിനിറ്റിൽ എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിക്കണം. ആദ്യം ഇനി ബാലകൃഷ്ണൻ തുടങ്ങാം. ഈ മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കളി നടക്കുന്നതിന് മുമ്പ് കളിയുടെ റിസൾട്ട് തീരുമാനിക്കപ്പെടുന്നു. ആ അർത്ഥത്തിൽ അവിടെ ഒരു റിഗ്ഗിംഗ് എന്നോ അല്ലെങ്കിൽ ചീറ്റിംഗ് എന്നോ ഒക്കെ പറയാവുന്ന ഒരു പ്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ ഗുരുതരമായ കുറ്റമാണ്. നമ്മുടെ രാജ്യത്ത് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും അത് വലിയ കുറ്റമാണ്. ഇവിടെ നോക്കൂ, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കളി. ആ കളിയിലെ നിയമങ്ങൾ എല്ലാവർക്കും തുല്യമായിരിക്കണം. ഇവിടെ ജനാധിപത്യത്തിലെ ഈ ഏറ്റവും വലിയ മത്സരത്തിലെ അമ്പയർ ആരാണ്? അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? സ്വതന്ത്രമായിരിക്കണം, നീതിപൂർവമായിരിക്കണം, ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുണ്ടാകാൻ പാടില്ല, അവർക്ക് അധികാരികളോട് കൂറുണ്ടാകാൻ പാടില്ല. ഇപ്പം ഞാനൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ടി.എൻ. ശേഷൻ എന്ന് പറയുന്ന ആളിലൂടെയാണ്. 1990 മുതൽ 96 വരെ ടി.എൻ. ശേഷനായിരുന്നു ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹമാണ് ഈ രാജ്യത്ത് ഈ കോഡ് ഓഫ് കണ്ടക്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വളരെ ശക്തമായി നടപ്പാക്കിയ ആൾ. അദ്ദേഹമാണ് വോട്ടേഴ്സ് ID കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ലിമിറ്റ് ചെയ്തയാൾ ശേഷനായിരുന്നു. ആ അർത്ഥത്തിലൊക്കെ ശേഷൻ ഒരു ഐക്കണായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഭൂരിഭാഗം മനുഷ്യരും ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് എന്ന് തന്നെ അറിഞ്ഞത്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ ഒരു തമാശയുള്ളത്, 2000 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന M.S. ഗില്ല് 2004 കോൺഗ്രസ്സിൽ അംഗമായി, എന്നിട്ട് രാജ്യസഭാ അംഗമായി. അങ്ങനെ ഒരു കീഴ്വഴക്കം ആദ്യം ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സാണ്. ഏതായാലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഈ 2023 ഡിസംബറിൽ, അതായത് കഴിഞ്ഞ വർഷം അവസാനം ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയല്ലോ. എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്? പ്രധാനമന്ത്രി ഉണ്ടാകും, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ഈ 3 അംഗ സമിതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തീരുമാനിക്കുന്നത്. എന്നാൽ 2023 ഡിസംബറിൽ പാസ്സാക്കിയ നിയമം ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഈ കമ്മിറ്റിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്നിട്ട് പ്രധാനമന്ത്രിയും കേന്ദ്രത്തിലൊരു മന്ത്രിയും ഒപ്പോസിഷൻ ലീഡറും മാത്രമായി. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും കൂടി തീരുമാനിക്കുന്നയാളായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാവുക എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ആ രീതിയിൽ സ്വതന്ത്രമായും നീതിയുക്തമായും പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരവും ഒരു സർക്കാർ ഏറ്റെടുത്തതിന് നിശബ്ദ സാക്ഷികളായി നിൽക്കേണ്ടി വന്നൊരു ജനതയാണ് നമ്മൾ. അതുകൊണ്ട് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാച്ച് ഫിക്സിംഗ് ഉണ്ടാകുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇപ്പം 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 2 ഘട്ടങ്ങളിലായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ചു. നമുക്ക് ഈ നിമിഷവും അറിയത്തില്ല അവരെന്തിനാണ് രാജിവെച്ചതെന്ന്. ഒരാളുടെ പേര് അശോക് ലവാസ എന്നാണ്. അദ്ദേഹം 2020 രാജിവെച്ചിട്ട് ADB-യിലെ ചെയർമാനായിട്ടോ വൈസ് ചെയർമാനായിട്ടോ എങ്ങോട്ട് പോയി, രാജ്യം വിട്ടുപോയി. അതിന് ഒരു കാരണമായി പറയപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടുണ്ട്. പുൽവാമയ്ക്ക് ശേഷം, ബാലാക്കോട്ടിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന അന്ന് മരിച്ചു വീണ രക്തസാക്ഷികളായ സൈനികരുടെ പേരിൽ വോട്ടഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന കേസിൽ പ്രധാനമന്ത്രിക്കെതിരായി നിലപാടെടുത്തയാളാണ് അശോക് ലവാസ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ബന്ധുക്കൾക്കെതിരെ IT റെയ്ഡും കേസുകളും ഒക്കെ. അങ്ങനെയാണ് അവസാനം അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. മാർച്ച് 9 കഴിഞ്ഞ മാസം മാർച്ച് 9 അരുൺ ഗോയൽ രാജിവെക്കുന്നത്. അരുൺ ഗോയൽ രാജിവെക്കുന്നതിൻ്റെ കാര്യവും നമുക്കറിയില്ല. വെസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അവിടെ ചെന്ന് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അരുൺ ഗോയലും കൂടി ഒരു വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിക്കുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ അരുൺ ഗോയലില്ല. അയാൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് വരികയാണ്. എന്നിട്ട് ദ്രൗപദി മുർമുവിന് പ്രസിഡന്റിന് നേരിട്ടൊരു കത്തയക്കുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അയച്ചിട്ടില്ല, പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടില്ല, വേറെ ആർക്കും അയച്ചിട്ടില്ല, കൺസേൺ അതോറിറ്റീസിനൊന്നും കോപ്പി പോലും വെച്ചിട്ടില്ല. നേരെ രാഷ്ട്രപതിക്ക് അയച്ചിട്ട് റെസിഗ്നേഷൻ അയച്ചിട്ട് പോവുകയാണ് ചെയ്തത്. നമുക്കറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്നും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാച്ച് ഫിക്സിംഗ് ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താനാവുക?
ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഇപ്പോൾ ഈ പറഞ്ഞ ഭാരതരത്ന ഏറ്റവും പവിത്രമായൊരു അവാർഡല്ലേ നമ്മുടെ രാജ്യത്തെ, ഏറ്റവും പ്രമുഖമായ അവാർഡല്ലേ. ഈ ഭാരതരത്ന ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത്? നോക്കൂ, അത് കർപ്പൂരി താക്കൂർക്ക് കൊടുക്കുന്നു. കർപ്പൂരി താക്കൂർക്ക് കൊടുക്കുന്നതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ആ ഒറ്റ കാരണത്തിൽ രാജ്യത്ത് രൂപപ്പെട്ടു വന്നൊരു പ്രതിപക്ഷ മുന്നണിയുടെ മുഖ്യ സൂത്രധാരനെ ഇപ്പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് മാച്ച് ഫിക്സിംഗ് അല്ലേ? ED വിട്ടിട്ട് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ, അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞങ്ങളുടെ 2 മുഖ്യ കളിക്കാരെ അകത്താക്കിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയിരിക്കുന്നു, അതേപോലെ തന്നെ ഷിബു സോറിനെ പിന്നെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നു. അതേപോലെ അവസാനം സംഭവിച്ചത് എന്താന്നേ, മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ, ഒരു 3 മണ്ഡലത്തിലെങ്കിലും സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവാണ് അശോക് ചവാൻ. അശോക് ചവാനെ ED വിട്ട് വിരട്ടിയിട്ട് നേരെ പിടിച്ച് ഇപ്പുറത്തോട്ട് ഇടുകയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അതിന് തൊട്ടു മുമ്പ് മഹാവികാസ് അഘാടി ഗംഭീരമായി പെർഫോം ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അവിടെയാണ് NCPയെ പിളർത്തിയിട്ട് അജിത് പവാറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതും ഈ പറയുന്ന CBI കാണിച്ച് വിരട്ടിയിട്ടാണ്. ഇതൊക്കെ മാച്ച് ഫിക്സിംഗ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പോൾ ഇവിടെയൊക്കെ മാച്ച് ഫിക്സിംഗ് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ അസദുദ്ദീൻ ഒവൈസി ഉണ്ടല്ലോ, 11 സ്ഥാനാർത്ഥികളെയാണ് ഈ പറയുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ബീഹാറിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഇറക്കിയിരിക്കുന്നത്. 11 സ്ഥാനാർത്ഥികൾ, അതായത് 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ നിർണായക വോട്ടുള്ള ആ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് അസദുദ്ദീൻ ഒവൈസിയുടെ 11 സ്ഥാനാർത്ഥികൾ വരികയാണ്. ആരാണ് ഈ ഒവൈസി ഇറക്കി വിടുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒവൈസി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയെടുത്തിട്ടുള്ളത് എന്നുള്ളത്. BSPയുടെ മായാവതി ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. ആരാണ് BSPയുടെ മായാവതി മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്? എന്തിനാണെന്നറിയോ? തെലങ്കാനയിൽ ഒരു കാര്യം ഞാൻ പറയാം. തെലങ്കാനയിലെ BSPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ കുമാർ രാജിവെച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സമ്മർദ്ദം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം BRSുമായി ഞാൻ ഐക്യമുണ്ടാക്കി, ഞങ്ങളുടെ പാർട്ടി ഐക്യമുണ്ടാക്കി. ആ ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് മായാവതി സമ്മർദ്ദം ചെലുത്തുന്നു. മായാവതിയുടെ മോളിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നത്? ഈ പറഞ്ഞ BJPയാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി പല തരത്തിലുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരമുള്ളവർ പരമാവധി അധികാരമില്ലാത്തവർക്ക് ഫെയറായി മത്സരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്ന് പറയുന്നത്. അതിന് പകരം അധികാരം ഉപയോഗിച്ചുകൊണ്ട് 24 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇതൊരു മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഇന്ത്യയിലെ പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരുടെയും ആശങ്കയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, സുജയ. ഇക്കാര്യത്തിൽ മാച്ച് ഫിക്സിംഗ് റിമാർക്ക് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് രാംലീല മൈതാനിയിൽ ഇന്ത്യ ബ്ലോക്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലിയിലാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ഉണ്ണിസാറിന് അറിയാത്തതൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതാണ് കഴിഞ്ഞ 16-ാം തീയതി മുതൽ. അതിൽ കൃത്യമായി പറയുന്നുണ്ട് MCCയുടെ വയലേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രയോഗങ്ങൾ നടത്താം, ഏതൊക്കെ നടത്താതിരിക്കാം. അതൊക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ എടുത്തു നോക്കൂ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഡിസ്ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസഫെക്ഷൻ അഗെയിൻസ്റ്റ് ദ ഇംപാർഷ്യാലിറ്റി ഓഫ് ഇലക്ഷൻസ്, ആളുകൾക്കിടയിൽ ആ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ വന്നിരിക്കുന്നത്. വെറുതെ രാഹുൽ ഗാന്ധി മുറിയിലിരുന്ന് പറയുകയോ ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് പറയുന്നതിനിടയിൽ പറയുന്നതോ അല്ല. രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ, അതും വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി അത് പറയുന്നതിൽ ചട്ടലംഘനം ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ അധികാരത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേന്ദ്ര സർക്കാർ സ്വന്തം ആളുകളെ ഇറക്കി ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു അപ്നെ ലോഗ് ബൈഠായെ എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ആ വാക്ക് തന്നെ. അതുപോലെ തന്നെ മാച്ച് ഫിക്സിംഗ് ഉണ്ട് എന്ന് പറയുന്നത് ആപ് ചാത്തേ ഹോ കി മാച്ച് ഫിക്സിംഗ് ഹോ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ഭാഗങ്ങൾ ആ പ്രസംഗത്തിൽ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിഷ്പ്രയാസം ഒരു തീരുമാനമെടുക്കാനും കഴിയും. ഇതിൽ എന്തുകൊണ്ടാണ് ഈ മാച്ച് ഫിക്സിംഗ് റിമാർക്ക്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ ഒരു കളിയിൽ നടത്തുന്നത് പോലെയല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കളിയല്ല ഉണ്ണിസാറെ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാര്യമാണ്. അപ്പോൾ ആ കാര്യമുള്ള കാര്യത്തിൽ ഒരു ക്രിക്കറ്റിലെ മാച്ച് ഫിക്സിങ്ങുമായി ഇക്വേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ പോലും അല്ല എന്ന് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മാച്ച് ഫിക്സിംഗ് നടത്തി മാത്രമേ നരേന്ദ്രമോദിക്കും BJPക്കും ജയിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നത് ആരാണ്? തികച്ച് 100 സീറ്റ് എടുക്കാനില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. കയ്യിലുള്ളത്, കിറ്റിയിലുള്ള സീറ്റുകൾ എത്രയാണിപ്പോൾ? 2024 സ്ഥിതി അതിലും മോശമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന്റെ റാലിയിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നത്. അതിന് ലക്ഷ്യമെന്താണ്? തോറ്റാൽ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് കൃത്യമായി കാരണങ്ങൾ മുൻപേ നിരത്തുകയാണ്. അതായത് തോൽവി ഇപ്പോൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്
പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ഒന്നാമതായി ക്രിക്കറ്റിലെ മാച്ച് ഫിക്സിംഗ് ആണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നടത്താൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ മത്സരിക്കുന്ന ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ഒരാൾക്ക്, സിറ്റിംഗ് എം ആയ ഒരാൾക്ക് ചേർന്ന ഒരു പ്രസ്താവനയല്ല. അതിൽ MCCയുടെ വയലേഷൻ ഉണ്ടോ എന്ന് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 പേരെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ ആളുകളെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അതിൽ കൃത്യമായ രീതിയിൽ എങ്ങനെയാണോ അവരെ തെരഞ്ഞെടുക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. പിന്നെ EVM-നെ പറഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നിരുത്തരവാദപരമായ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് EVM-നെ കുറിച്ച് പറഞ്ഞതിലാണ്. അപ്പോൾ നോട്ടീസ് മാത്രം ഇഷ്യൂ ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് വിടേണ്ട ഒരു പ്രശ്നമായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതിലിപ്പോൾ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ കടുത്ത നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അംബ്രല്ലയിൽ എത്രത്തോളം കടുത്ത നടപടികൾ അവർക്ക് എടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് കടുത്ത നടപടികൾ എന്ന് പറയുമ്പോൾ ഏത് എക്സ്റ്റെന്റ് വരെ പോകാൻ കഴിയും എന്നുള്ളതും. അപ്പോൾ ഒരു ബ്രീച്ചിനുള്ള ഒരു നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ ഞാൻ കാണുന്നത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് വന്ന് വിശദീകരിക്കാം, റൈറ്റിംഗിൽ തന്നെ വിശദീകരിക്കണം. അങ്ങനെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും വിശദീകരിക്കണം എന്തുകൊണ്ട് ആ പരാമർശം നടത്തിയത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞിട്ടുണ്ട്, EVM-നെ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിയെ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയും ഒരു സ്ഥാനാർത്ഥിയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ ജെനുവിനെസ്സിനെ, ആ സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റിയെ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചാൽ രാഹുൽ ഗാന്ധി അതിന് മറുപടി തന്നേ പറ്റൂ. പിന്നെ ആർട്ടിക്കിൾ 324 അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻഡിപെൻഡന്റായും ഇംപാർഷ്യലായും ഫംഗ്ഷൻ ചെയ്യേണ്ട ഒരു ബോഡിയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ, അതായത് ഏത് ബോഡിയാണോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അതിനെ തന്നെ കടന്നാക്രമിക്കുകയാണ്. എന്നാൽ പിന്നെ തെരഞ്ഞെടുപ്പ് അങ്ങ് കോൺഗ്രസ് നടത്തിയാൽ പോരെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്രയ്ക്ക് വിശ്വാസമില്ല, EVM-നെ വിശ്വാസമില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിക്ക് ചേരുന്നതല്ല. ഇതൊക്കെ തികച്ചും നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. പിന്നെ ഒരു ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, മാച്ച് ഫിക്സിംഗ് നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആ ബോഡിയെ തന്നെ അപമാനിക്കലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ബോഡിയെ അപമാനിക്കുന്നു, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു, മാച്ച് ഫിക്സിംഗ് ആണ്, തെരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ അപമാനിക്കുകയാണ്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെയോ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെയോ വിശ്വാസമില്ലാത്ത ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ടേക്ക്. ഇവിടെ മാച്ച് ഫിക്സിംഗും ഇല്ല, രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നുമില്ല. രാഹുലിൻ്റേത് ചട്ടലംഘനമാണോ എന്ന് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ആസ് പെർ MCC ഇതിൽ ചട്ടലംഘനം വരാനുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശരി, ഡോക്ടർ അരുൺ. സ്മൃതി, ഇതിൽ മാച്ച് ഫിക്സിംഗ് ഒന്നും ഒരു ചട്ടലംഘനത്തിൻ്റെ ഭാഗമായി വരാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ കണ്ടെത്തൽ. കാരണം മാച്ച് ഫിക്സിംഗ് എന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷമല്ല. ഈ സ്ഥാനാർത്ഥിയാകാത്ത ഒരാൾ ഈ മാച്ച് ഫിക്സിംഗ് എന്നും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും EVM-നെ കുറിച്ചും ക്രിട്ടിക്കലായ ചില റിമാർക്സുകൾ നടത്തുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ പരിധിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ കൊണ്ട് തീരാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അത്ര വലിയ പവിത്രമായ ഒരു ബോഡിയായി കണക്കാക്കണമെന്നോ വിമർശനത്തിന് അതീതമാണോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയാണ് നിലവിൽ 324 പ്രകാരം ഒരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് 2 ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകുന്നു. 1989 ആകുമ്പോൾ പിന്നീട് 3 ഇലക്ഷൻ കമ്മീഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു 93 ആകുമ്പോൾ. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനയ്ക്ക് തന്നെ പല കാലങ്ങളിൽ നിയമം മൂലം മാറ്റം വന്നിട്ടുണ്ട്. പല രീതിയിൽ നേരത്തെ അശോക് ലവാസയുടെ കാര്യം പറഞ്ഞതുപോലെ സിസ്റ്റത്തോടും എസ്റ്റാബ്ലിഷ്മെൻറ്റിനോടും കലഹിച്ചുകൊണ്ട് പുറത്തുപോയ ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട് നമ്മുടെ മുൻപിൽ. അരുൺ ഗോയലുണ്ട്. നേരത്തെ അനൂപ് ചന്ദ്ര പാണ്ഡെ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നീണ്ട കാലാവധിയിൽ അപ്പോയിൻമെൻറ്റ് നടത്താതെ ഒഴിച്ചിട്ടിരുന്നു എന്നൊരു വിമർശനം നമ്മുടെ മുന്നിലുണ്ട്. അരുൺ ഗോയലിൻ്റെ രാജി എന്തിനാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അദ്ദേഹത്തിന് രാജീവ് കുമാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന കാര്യത്തിലും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറയുന്നു, ഇതിനകത്തൊരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ബ്രീച്ച് ഒന്നും വന്നിട്ടില്ല. നാളെ കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് തന്നെ. മാത്രവുമല്ല, ഇന്നലെ നടന്നതൊരു തെരഞ്ഞെടുപ്പ് റാലിയുമല്ല. അത് ഇന്ത്യ മുന്നണിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടാക്സ് ടെററിസത്തിനെതിരായിട്ടൊക്കെ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേദിയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാച്ച് ഫിക്സിംഗ് എന്ന ഒരു പദപ്രയോഗം നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. നോക്കൂ, ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി അഥവാ പ്രതിപക്ഷ മുക്ത ഭാരതത്തിനായി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ BJP ഈ തെരഞ്ഞെടുപ്പിനെ ക്യൂറേറ്റ് ചെയ്യുമ്പോൾ അവർ സാധ്യമായ എല്ലാ വഴികളും തേടുമെന്നത് ഉറപ്പാണ്. എല്ലാ ഏജൻസികളും അവർ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനിൽ തന്നെ അവിശ്വാസമർപ്പിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന്
കൊണ്ടുവന്നെത്തിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ തീരുമാനിക്കുന്നത്? അത് സ്വതന്ത്രമായൊരു ബോഡിയാണോ? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നതിന് നിലവിലുള്ള ചട്ടപ്രകാരം ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാവും. ആ സെർച്ച് കമ്മിറ്റി ആരാണ്? യൂണിയൻ ലോ മിനിസ്റ്ററും 2 യൂണിയൻ സെക്രട്ടറിമാരും അടങ്ങുന്ന 3 അംഗ സെർച്ച് കമ്മിറ്റിയാണ് 5 പേരുടെ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നത്. ഇതിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ താല്പര്യമില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ മറ്റേതോ ലോകത്തായിരിക്കണം. ആ സെർച്ച് കമ്മിറ്റിയുടെ കാര്യമാണ്. അത് കഴിഞ്ഞാലാണ് സെലക്ഷൻ കമ്മിറ്റി വരിക. സെലക്ഷൻ കമ്മിറ്റി വരുമ്പോഴേക്കും ഈ 5 പേരിൽ നിന്നും ഒരു കമ്മീഷണറെ തീരുമാനിക്കുക എന്നതാണ്. ആരാണ് അതിൽ തീരുമാനിക്കുന്നത്? നാളിതുവരെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ലീഡർ ഓഫ് ഒപ്പോസിഷനും ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്ന ഒരു ബോഡിയെ പൂർണ്ണമായിട്ടും സർക്കാരിന് ഭൂരിപക്ഷമുള്ളൊരു ബോഡിയാക്കി മാറ്റി. ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെന്റ് ആക്ട് 2023 അത് പക്ഷേ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടും ആ നിയമസാധുത നിലനില്ല. കാരണം ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ആണ്. അതെങ്ങനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കാനുള്ള അവകാശം പാർലമെന്റിനാണ്. ഒരു നിയമം നടപ്പിലാക്കിയാൽ അത് സാധിക്കും. അതുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനെതിരായിട്ടുള്ള കേസ് കോടതിയിൽ നിന്നില്ല. പക്ഷേ അവിടെ ആരുടെ താല്പര്യമാണ് പ്രതിഫലിക്കുക? പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മന്ത്രി കൂടാതെ ഒരാൾ കൂടിയുള്ളൂ. അത് പ്രതിപക്ഷ നേതാവോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ടയാളോ. ഇങ്ങനെ 3 പേരടങ്ങുന്ന ബോഡിയിൽ 2ഉം ഭരണപക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും അംബേസിനെ ആരാണ് തീരുമാനിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ കാര്യം വ്യക്തമാണ്. 2 പ്രധാനപ്പെട്ട കളിക്കാരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിങ്ങൾ അഴികൾക്കുള്ളിലാക്കിയിരിക്കുന്നു. ഒന്ന് അരവിന്ദ് കെജ്രിവാൾ, മറ്റൊന്ന് ഹേമന്ത് സോറൻ. ബാക്കിയുള്ള കളിക്കാരെ നിങ്ങൾ വാങ്ങാൻ പോകുന്നു, അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ED വിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള വിമർശനം ചെറുതിൽ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ 1952 ആദ്യ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്കൊന്ന് പോകണം. അവിടെ ആദ്യത്തെ ക്യാബിനറ്റ് രൂപീകരണ സമയത്ത് നെഹ്റു തിരഞ്ഞെടുത്ത മനുഷ്യരെ കൂടി നമ്മളൊന്ന് അറിയണം. നെഹ്റു എന്നത്തെയും തൻ്റെ മെൻറ്ററായിരുന്ന ഗാന്ധിയുടെ എക്കാലത്തെയും വലിയ വിമർശകനായ അംബേദ്കറിനെയാണ് ക്യാബിനറ്റിലേക്ക് ക്ഷണിച്ചത്. എന്നിട്ട് കൊടുത്തത് നിയമവകുപ്പാണ്. ഡോക്ടർ അംബേദ്കറിന് ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ 370 അടക്കമുള്ള വിഷയങ്ങളിൽ വിമർശിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവും പിന്നീട് ജനസംഘത്തിൻ്റെ സ്ഥാപകനുമായ ശ്യാം പ്രസാദ് മുഖർജിയാണ് വ്യവസായ വകുപ്പ് മന്ത്രിയായി ക്ഷണിക്കുന്നത്. തൻ്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിച്ചുകൊണ്ടിരുന്ന ഷൺമുഖം ചെട്ടിയാണ് ധനമന്ത്രിയായിട്ട് അദ്ദേഹം ക്ഷണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ കൂടി തന്നെ വിമർശിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സർക്കാർ രൂപീകരണം നടത്തിയ ഒരു ഇന്ത്യ രാജ്യത്താണ് പ്രതിപക്ഷ മുക്തമായിട്ടുള്ളൊരു രാജ്യം സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ ടൂളുകളും ഉപയോഗിക്കും ഈ സർക്കാർ. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ബ്രീച്ച് ആണെന്ന് ഞാൻ കരുതുന്നില്ല. സ്മൃതി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രാംലീല മൈതാനിയിൽ യോജിച്ച് നിന്നിട്ടുള്ളത്. അവിടെ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ കളി നടക്കുന്നതിന് മുമ്പ് അമ്പയറിനെ, ക്യാപ്റ്റനെ അല്ലെങ്കിൽ കളിക്കാരെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ജയം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുക. ഇവിടെ എന്താണ് ആ നിലയിലുള്ള ശ്രമം എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ചർച്ചകളിലും ഉന്നയിക്കുന്ന വിഷയമല്ലേ. അബ് കി ബാർ 400 പവർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഇവർ ഉയർത്തിയിരിക്കുന്നു. എങ്ങനെയാണ് 1952 മുതൽ 2019 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ആ ടാർഗറ്റിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഒരു മാച്ച് ഫിക്സിംഗ് ഉണ്ടോ എന്നുള്ള സംശയം രാഹുൽ ഗാന്ധിയെ പോലുള്ളവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കൂ, ഇതാദ്യമായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അന്താരാഷ്ട്ര നിരീക്ഷണത്തിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, ജർമ്മനി, ആംനസ്റ്റി ഇന്റർനാഷണൽ ഇവരെല്ലാം പറയുന്നത് എന്താണ്? നമ്മളാണ് പല രാജ്യങ്ങൾക്കും ജനാധിപത്യം പകർന്നു കൊടുത്തിരിക്കുന്നത്, നമ്മളാണ് പല രാജ്യങ്ങളിലും പാർലമെന്റ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയോട് പറയുകയാണ്, നിങ്ങളുടെ ജനാധിപത്യം കുറച്ചുകൂടി സുതാര്യമാകണമെന്നും അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും ഒക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം 2014 അധികാരമേറ്റിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിൽ പൂർണ്ണമായും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമോ അതോ ഭാഗികമായി അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം മാത്രമേ ഇന്നലെ രാംലീല മൈതാനിയിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഒരു രാജ്യത്ത്, ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത്
രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കൾക്ക് വന്നിട്ട് തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകില്ല എന്ന സംശയമുണ്ട് എന്ന് പറയാനുള്ള അവകാശം ഈ രാജ്യത്തില്ലെങ്കിൽ അതുതന്നെയാണ് ജനാധിപത്യമില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് EVM-നെ ചോദ്യം ചെയ്തുകൂടാ? ഇന്ന് ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ്, അദ്ദേഹം പറയുണ്ടായി, ഞാൻ 400 സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന്. 398 പേരെ മാത്രമേ നിങ്ങൾക്ക് EVM-ൽ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ. 398-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്നാൽ നമുക്ക് പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന ആളാണ്. EVM-ൻ്റെ കാര്യം നേരത്തെ സുജിയ പറഞ്ഞു. നോക്കൂ, EVM-ൻ്റെ ഡിസൈന്, ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ വെരിഫിക്കേഷൻ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പൂർത്തിയാക്കിയിട്ടില്ല. അത് ഒരു വർഷം മുമ്പ് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിലൊരു ചർച്ച പോലും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ EVM, VVPAT-ൻ്റെ ഘടനയുടെ കാര്യത്തിനകത്ത് അത് ഹാക്കിംഗ് ഉണ്ടോ, അതിനകത്ത് ടെമ്പററി വോട്ട് ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെയും ഒരു ഗ്യാരണ്ടി ആവശ്യപ്പെട്ടിട്ട് പ്രതിപക്ഷ നേതാക്കൾ ഏറെക്കാലമായി അക്കാര്യത്തിലൊന്നും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട് എല്ലാ ദിവസവും. 2014 മുതൽ CBI-യും ED-യും ഒക്കെ തന്നെയും അന്വേഷിക്കുന്ന കേസുകളിൽ, അല്ലെങ്കിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 90%-ലധികവും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ കോർപ്പറേറ്റുകളുടെ അധീനത്തിലായി. അത് BJP-യുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു വെപ്പണായി ഈ പറയുന്ന കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏറെക്കാലമായിരിക്കുന്നു. IT സെല്ലാണ് പ്രധാനമായും ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ ഇവിടെ പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഉന്നയിച്ച വിഷയം എന്താണെന്ന് അറിയാമോ? ഈരാറ്റുപേട്ടയിൽ ഒരു ക്രൈസ്തവ പുരോഹിതനെ ആക്രമിച്ച വിഷയം. നമ്മളിവിടെ കേരളത്തിൽ പോലും ചർച്ച ചെയ്യാത്ത വളരെ പ്രാദേശികമായ ഒരു വിഷയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ തന്നെയും മാച്ച് ഫിക്സിംഗ് ഉണ്ടോ എന്ന സംശയം വരില്ലേ? നോക്കൂ, ആ നിലയിൽ വിഭജിച്ച് വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു ശ്രമം നടത്തുന്നു എന്ന സംശയം വരില്ലേ? ഇപ്പോൾ AI പവേർഡ് ഡീപ് ഫേക്സ്, മറ്റ് ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയമുണ്ട്. അതാണ് ഈ കളിക്കാരെ, ക്യാപ്റ്റന്മാരെ, അമ്പയർമാരെ സ്വാധീനിച്ച് മാച്ച് ഫിക്സിംഗ്. 2 കളിക്കാർ ഇതിനകം പുറത്തായി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ശരിയല്ലേ? ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റഷ്യയിലല്ലാതെ ലോകത്ത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിടുക? എന്നാണ് അവർ പുറത്തു വരിക എന്നറിയാത്ത വിധത്തിൽ ജയിലിടുന്നത്? ഈ രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാണ്. മാച്ച് ഫിക്സിംഗ് ആണ് ഇവിടെ നിന്ന് പറയുന്നത്. തെറ്റെന്നല്ല, പൂർണ്ണമായും ശരിയാണ്. ശരി, രാഹുലിൻ്റേത് ചട്ടലംഘനം എന്ന ചോദ്യത്തിന് ചട്ടലംഘനമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഉത്തരം. ലോക് തന്ത് ബച്ചാവോ റാലിയാണല്ലോ കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് നടന്നത്. 28 രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന, ആ രൂപത്തിൽ പ്രതിപക്ഷം ഒരുമിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു അത്. അവിടുത്തെ പ്രസംഗം, ആ പ്രസംഗത്തിലെ മാച്ച് ഫിക്സിംഗ് എന്നൊരു ഒറ്റ വാക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരികൾ മാറ്റി ആ വാക്ക് മാത്രം എടുത്തുകൊണ്ട് അതൊരു ചട്ടലംഘനം എന്ന രീതിയിൽ വിലയിരുത്താനാകില്ല. ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അപ്പോൾ അമ്പയർമാരെ വശത്താക്കി, 2 കളിക്കാരെ അകത്താക്കി, വോട്ടിംഗ് മെഷീനും മാച്ച് ഫിക്സിങ്ങും ഇല്ലാതെ, സമൂഹ മാധ്യമങ്ങളും സമ്മർദ്ദത്തിലകപ്പെട്ട മാധ്യമങ്ങളും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്നായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം. അപ്പോൾ നിലവിലെ സാഹചര്യം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ നിയമിച്ചതിനെപ്പറ്റി ഏത് രൂപത്തിലാണ് നിയമിക്കുന്നത് എന്നുള്ളത് ഉണ്ണി ബാലകൃഷ്ണനും അരുണും വി നികേഷ് കുമാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി അത് മാറ്റിക്കൊണ്ട് നിയമം കോടതിയെ, സുപ്രീം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം പാസ്സാക്കുന്നു. അവിടെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമാകുന്നു. അത് മാത്രമല്ല, ഈ പട്ടികയൊക്കെ പേര് കൊടുത്തത് യോഗത്തിന് തൊട്ട് മുൻപാണ് ആ പേര് നൽകിയതെന്ന് അധിർ രഞ്ജൻ ചൗധരി അന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ എങ്ങനെ ചട്ടലംഘനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള വിഷയമാണ്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കളിക്കാരെ, ഹേമന്ത് സോറനെയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത കാര്യം, അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്, അതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു ശേഷം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാര്യം, ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള കാര്യം, ഈ
2018-19 വിവരങ്ങൾ 45 ദിവസത്തെ കാലതാമസം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടികൾ മരവിപ്പിച്ച ഒരു നടപടി ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 3567 കോടിയുടെ കോടി തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസാണ് നൽകിയത്. ഇപ്പോൾ തൽക്കാലം അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം കേന്ദ്രം ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഇത്രയും ദിവസങ്ങളിൽ ഈ പ്രസംഗം നടക്കുന്ന ഘട്ടത്തിൽ പോലും ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ഖാർഗെ അടക്കം ട്വീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2023 മാർച്ചിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിലുള്ള 162 കോടിയാണ്, അതേസമയം BJPയുടെ അക്കൗണ്ടിലുള്ള ആളുള്ളത് 5424 കോടിയാണ്. അത്രയും വ്യത്യാസം രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ ഉള്ള പണത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ അവർക്ക് അതിലുള്ള സ്വാധീനത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. 2 മാസത്തേക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. അതിനുള്ള കഴിവും പണവും സ്വാധീനവും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, ഭരണപക്ഷ പാർട്ടിക്കുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഹരീഷ് സാൽവെ അടക്കം കുറേ അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കൂട്ടത്തോടെ അയച്ചൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ എന്താണ്, കേജ്രിവാളിൻ്റെ 2 വിധികളിൽ വാദം പൂർത്തിയായി 4 മണിക്കൂറിന് ശേഷമൊക്കെയാണ് വിധി വരുന്നത്. അപ്പോൾ ആ ഉത്തരവ്, ആരുടെയോ ഉത്തരവിന് കാത്തിരിക്കുകയായിരുന്നു ജഡ്ജിമാർ എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതൊക്കെ ചർച്ചയാവുകയാണ് രാജ്യത്ത്. ഈ ചർച്ചയാവുന്ന വിഷയം ഒരു പ്രസംഗത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ പറ്റില്ല എന്നാണോ? EVM-വുമായി ബന്ധപ്പെട്ടുള്ള പരാതി, വിമർശനങ്ങൾ ഇപ്പോൾ നടാടെ വരുന്ന ഒരു കാര്യമല്ലല്ലോ. നേരത്തെ തന്നെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ BJP നേതാക്കളുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉയർന്ന കാര്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് 2019 മോദി നടത്തിയ ഒരു പ്രസംഗം, അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന പരാതി ഉയർന്നിട്ട് എന്ത് നടപടിയെടുത്തു? അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണെന്ന് മോദി പ്രസംഗിച്ചത്. അപ്പോഴെങ്ങനെയാണ് സൈനികർ ഒരു പാർട്ടിയുടെ ആളുകളാകുന്നത്? ആ രൂപത്തിൽ പ്രസംഗിച്ച ശേഷം അതിൽമേൽ പരാതി നൽകിയ ശേഷം എന്ത് നടപടിയെടുത്തിട്ടുണ്ട്? അപ്പോൾ ഇത് നമ്മുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ? അതിൻ്റെ പരാതിയുമായി പ്രതിപക്ഷ നേതാക്കൾ പോയി കണ്ടിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പല കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ സത്യമാണ്. ഇതുവരെ കാണാത്ത രീതിയിലേക്ക് രാഷ്ട്രീയം മാറുന്നു. ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ട അടിയന്തരമായ സാഹചര്യം, പ്രതിപക്ഷം ഒരുമിക്കേണ്ട സാഹചര്യം, പ്രതിപക്ഷവും അത് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതുകൊണ്ടാണ് രാംലീല മൈതാനത്ത് 28 രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർത്ത്, എതിർപ്പുകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് എത്തിയത്. അതുകൊണ്ട് രാഹുലിൻ്റേത് ചട്ടലംഘനമല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇനി ഒന്നും കൂടി ചേർക്കാനല്ല, നമുക്ക് അടുത്തൊരു വിഷയം കൂടി ഉണ്ടല്ലോ, അവസാനിപ്പിക്കുകയല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൽ യെസ് എന്ന ഒരേ ഒരാൾക്കേ അഭിപ്രായമുള്ളൂ, അത് സുജയ്ക്കാണ്. ബാക്കി 4 പേരും നോ എന്നാണ് അഭിപ്രായപ്പെട്ടത്. Meet the editors.